താൻ എന്നോട് മോശമായിട്ട് പെരുമാറിയാൽ അതെനിക്ക് നോന്ന് പറയാം, എനിക്ക് പ്രതികരിക്കാം, തന്നെ അടിക്കാം, തന്നെ വഴക്ക് പറയാം, അല്ലെങ്കിൽ തമാശയൊക്കെ എടുത്ത് കളയാം. അതൊക്കെ എൻ്റെ ചോയ്സാണ്. എനിക്ക് എൻ്റെ വ്യക്തിത്വം അനുസരിച്ചിട്ടില്ല എനിക്ക്. അപ്പം നമ്മൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഓരോന്ന് ഇതാക്കിയിട്ട് പിന്നെ അത് പുറത്ത് കുറേ നാൾ കഴിഞ്ഞിട്ട് വ്യക്തി വൈരാഗ്യം തീർക്കാൻ ചെയ്യുന്ന പോലെ തന്നെ ബാക്കി ഓരോന്ന് ചെയ്യുന്നത്. അത്രയുള്ളൂ. അല്ലാതെ ഒരു കൈ അടിച്ചാൽ സൗണ്ട് ഉണ്ടാവുന്നില്ല. പേ പിടിച്ച പട്ടികൾ നമ്മൾ കടിക്കാനായിട്ട് വരും. ഒഴിഞ്ഞു മാറേണ്ടതും അതിനെ കല്ലെറിഞ്ഞ് ഒഴിക്കേണ്ടതും നമ്മളുടെ എനിക്കതിനെ അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ലോകം മുഴുവൻ നമ്മളൊരാൾ വിചാരിച്ചുകൊണ്ട് നന്നാവില്ല. പക്ഷെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു ബോധമൊക്കെ വേണമല്ലോ. അത്രേ ഉള്ളൂ. അല്ല നമ്മൾ പോയി എല്ലാത്തിനും പോയി നിന്ന് കൊടുത്തിട്ട് പിന്നെ അതിനെ കരഞ്ഞു വിളിച്ച് വരേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് നമ്മളായിട്ടില്ലേ, നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാവുക, നമുക്കൊരു സൗണ്ട് ഉണ്ടാവുക. നമ്മളിപ്പം നമ്മുടെ വോയിസ് റൈസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യുക. അപ്പോൾ പറ്റില്ല എന്ന് പറയുന്നത് പറ്റാത്ത കാര്യങ്ങൾ പറ്റാത്ത ചെയ്യുക, പറ്റില്ല എന്ന് പറഞ്ഞു നോക്കുക. അല്ലാതെ അത് ഉദ്ദേശിച്ച് പോയി ചെയ്തതിന് ശേഷം എന്നെ പോയിട്ട് ഇതാക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല. എനിക്ക് അതിനെക്കുറിച്ച് അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ കാര്യമല്ലേ കൂടുതൽ പറയാൻ പറ്റും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമുക്ക് എന്തിൻ്റെ പേരിലാണ് പോയിട്ട് നീ അങ്ങനെ പോയി ചെയ്യുക അല്ലെങ്കിൽ നീ അങ്ങനെ പോയി ചെയ്യരുത് എന്ന് നമുക്ക് പറയാനുള്ള ഒരു ഇതുമില്ല. ചെളി കണ്ടിട്ട് ചെളിയിൽ പോയി ചവിട്ടിയിട്ട് വന്നിട്ട് പിന്നെ കാല് കഴുകാൻ നിൽക്കുന്നതിൽ ഒരു കാര്യമില്ല. ചെളി കാണുമ്പോൾ ചവിട്ടാതെ മാറി കിടക്കുകയാണ്. അപ്പം നമുക്ക് ബെനിഫിറ്റ് കിട്ടില്ല. നമുക്ക് ബെനിഫിറ്റും വേണം, നമുക്കൊന്ന് എല്ലാം വേണമെന്ന് വിചാരിച്ചാൽ നടക്കില്ലല്ലോ. എനിക്ക് എത്രയുള്ളൂ പറയാൻ. പിന്നെ അങ്ങനെയൊക്കെ ചോദിക്കുന്നവന് നിങ്ങളൊക്കെ ഒരു അനിയന്മാരെ പോലെ അല്ലേ? പോകുമ്പോഴും ചിരിച്ചു വരുമ്പോഴേക്കും ഇതുപോലെ തരാൻ എങ്ങനെ റിവ്യൂ തരാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നത് നിങ്ങളെന്താ കാണാൻ കയറായിരുന്നത്? നമ്മൾ റിവ്യൂ കാണാറുണ്ട്. അവിടെ കാണായിരുന്നു. എത്ര സമയത്ത് കണ്ടോ? ഞാൻ കാണാൻ കയറാൻ 12:45 ഇപ്പൊ സമയത്ത്. ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കണേ. ഇവിടെ തന്നെയാണ് ബുക്ക് ചെയ്തേക്കണേ ടിക്കറ്റ്. താൻ എന്നോട് മോശമായിട്ട് പെരുമാറിയാൽ അതെനിക്ക് നോന്ന് പറയാം, എനിക്ക് പ്രതികരിക്കാം, തന്നെ അടിക്കാം, തന്നെ വഴക്ക് പറയാം, അല്ലെങ്കിൽ തമാശയൊക്കെ എടുത്ത് കളയാം. അതൊക്കെ എൻ്റെ ചോയ്സാണ്. എനിക്ക് എൻ്റെ വ്യക്തിത്വം അനുസരിച്ചിട്ടില്ല എനിക്ക്. അപ്പം നമ്മൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഓരോന്ന് ഇതാക്കിയിട്ട് പിന്നെ അത് പുറത്ത് കുറേ നാൾ കഴിഞ്ഞിട്ട് വ്യക്തി വൈരാഗ്യം തീർക്കാൻ ചെയ്യുന്ന പോലെ തന്നെ ബാക്കി ഓരോന്ന് ചെയ്യുന്നത്. അത്രയുള്ളൂ. അല്ലാതെ ഒരു കൈ അടിച്ചാൽ സൗണ്ട് ഉണ്ടാവുന്നില്ല. പേ പിടിച്ച പട്ടികൾ നമ്മൾ കടിക്കാനായിട്ട് വരും. ഒഴിഞ്ഞു മാറേണ്ടതും അതിനെ കല്ലെറിഞ്ഞ് ഒഴിക്കേണ്ടതും നമ്മളുടെ എനിക്കതിനെ അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ലോകം മുഴുവൻ നമ്മളൊരാൾ വിചാരിച്ചുകൊണ്ട് നന്നാവില്ല. പക്ഷെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു ബോധമൊക്കെ വേണമല്ലോ. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പോയി എല്ലാത്തിനും പോയി നിന്ന് കൊടുത്തിട്ട് പിന്നെ അതിനെ കരഞ്ഞു വിളിച്ച് വരേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് നമ്മളായിട്ടില്ലേ, നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാവുക, നമുക്കൊരു സൗണ്ട് ഉണ്ടാവുക. നമ്മളിപ്പം നമ്മുടെ വോയിസ് റൈസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യുക. അപ്പോൾ പറ്റില്ല എന്ന് പറയുന്നത് പറ്റാത്ത കാര്യങ്ങൾ പറ്റാത്ത ചെയ്യുക, പറ്റില്ല എന്ന് പറഞ്ഞു നോക്കുക. അല്ലാതെ അത് ഉദ്ദേശിച്ച് പോയി ചെയ്തതിന് ശേഷം എന്നെ പോയിട്ട് ഇതാക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല. എനിക്ക് അതിനെക്കുറിച്ച് അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ കാര്യമല്ലേ കൂടുതൽ പറയാൻ പറ്റും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമുക്ക് എന്തിൻ്റെ പേരിലാണ് പോയിട്ട് നീ അങ്ങനെ പോയി ചെയ്യുക അല്ലെങ്കിൽ നീ അങ്ങനെ പോയി ചെയ്യരുത് എന്ന് നമുക്ക് പറയാനുള്ള ഒരു ഇതുമില്ല. ചെളി കണ്ടിട്ട് ചെളിയിൽ പോയി ചവിട്ടിയിട്ട് വന്നിട്ട് പിന്നെ കാല് കഴുകാൻ നിൽക്കുന്നതിൽ ഒരു കാര്യമില്ല. ചെളി കാണുമ്പോൾ ചവിട്ടാതെ മാറി കിടക്കുകയാണ്. അപ്പം നമുക്ക് ബെനിഫിറ്റ് കിട്ടില്ല. നമുക്ക് ബെനിഫിറ്റും വേണം, നമുക്കൊന്ന് എല്ലാം വേണമെന്ന് വിചാരിച്ചാൽ നടക്കില്ലല്ലോ. എനിക്ക് എത്രയുള്ളൂ പറയാൻ. പിന്നെ അങ്ങനെയൊക്കെ ചോദിക്കുന്നവന് നിങ്ങളെന്താ കാണാൻ കയറായിരുന്നത്? നമ്മൾ റിവ്യൂ കാണാറുണ്ട്. അവിടെ കാണായിരുന്നു. എത്ര സമയത്ത് കണ്ടോ? ഞാൻ കാണാൻ കയറാൻ 12:45 ഇപ്പൊ സമയത്ത്. ഇവിടെയാണോ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കണേ? ഇവിടെ തന്നെയാണ് ബുക്ക് ചെയ്തേക്കണേ ടിക്കറ്റ്. നിങ്ങളൊക്കെ ഒരു അനിയന്മാരെ പോലെ അല്ലേ? പോകുമ്പോഴും ചിരിച്ചു വരുമ്പോഴേക്കും ഇതുപോലെ തരാൻ എങ്ങനെ റിവ്യൂ തരാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നത്